തമോഗർത്തങ്ങളെക്കുറിച്ച് നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തുകയാണ് ശാസ്ത്രലോകം. ക്ഷീരപഥത്തിന്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സജിറ്റേറിയസ് എ സ്റ്റാർ തമോഗർത്തത്തിൽ നിന്ന് തീജ്വാലകൾ പ്രവഹിക്കുന്നതായാണ് പുതിയ കണ്ടെത്തൽ. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണത്തിലാണ് ഈ അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയത്. ഭൂമിയിൽ നിന്ന് 26,000 പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ തമോഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന ശാസ്ത്ര ജേണലിൽ ഗവേഷണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സജിറ്റേറിയസ് എ സ്റ്റാറിൽ കഴിഞ്ഞ കുറച്ചുകാലമായി ഇത്തരം അസ്ഥിരതകളുണ്ടെന്നും ഇതിന്റെ പഠനം കൗതുകമാകുന്നത് ഇതുമൂലമാണെന്നും ഗവേഷകർ പറയുന്നു. 1931 പ്രശസ്ത ശാസ്ത്രജ്ഞനായ കാൾ ജാൻസ്കി ക്ഷീരപഥത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നും ഒരു സിഗ്നൽ വരുന്നതായി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഈ സംഭവം എന്താണെന്നോ കേന്ദ്രസ്ഥാനത്ത് ഏതു വസ്തുവാണ് എന്നുള്ളതിനോ ജാൻസ്കിക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. 1982 ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ ഈ മേഖലയെ സജിറ്റേറിയസ് എ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നാലെ ഈ വസ്തുവിനെ 200ഓളം നക്ഷത്രങ്ങൾ വലം വയ്ക്കുന്നുണ്ടെന്നും ബ്രൗൺ കണ്ടെത്തി. 43 ലക്ഷം സൂര്യന്മാരുടെ പിണ്ഡവും ഈ മേഖലയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സജിറ്റേറിയസ് എ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഒരു കൗതുകവും ചർച്ചാ വിഷയവുമായി മാറി. ജൂലൈ 2018 അജ്ഞാത മേഖലയായ സജിറ്റേറിയസ് എ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്ന് തെളിയുകയായിരുന്നു. ഇതുമാത്രമല്ല, ലോകത്തുള്ള പല ഗാലക്സികളുടെയും നടുക്ക് ശക്തമായ ഗുരുത്വബലമുള്ള ബ്ലാക്ക് ഹോളുകളാണെന്നും പിന്നീട് തെളിയുകയുണ്ടായി. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ സംഭവമാണ് ബ്ലാക്ക് ഹോളുകൾ. നക്ഷത്രങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ഉള്ളിലുള്ള ഇന്ധനമെല്ലാം കത്തിത്തീരുമ്പോഴാണ് ബ്ലാക്ക് ഹോളുകളായി രൂപാന്തരപ്പെടുന്നത്. ഇവയിൽ പിണ്ഡം വളരെ കൂടിയവയെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്നും സാധാരണ പിണ്ഡമുള്ളവയെ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകളെന്നുമാണ് പറയുന്നത്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളാണ് സജിറ്റേറിയസ് എ. സിഗ്നൽ X1, M87, സെന്റാറസ് എ തുടങ്ങിയവയും കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് ഹോളുകളാണ്. ബ്ലാക്ക് ഹോളിനടുത്തേക്ക് എത്തുന്ന വസ്തുക്കൾ അതിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടും. ചില ബ്ലാക്ക് ഹോളുകൾ ചുറ്റുമുള്ള വസ്തുക്കളെ വളരെ ആക്രമണാത്മകമായ രീതിയിൽ വിഴുങ്ങാറുണ്ടെന്നും കണ്ടെത്തലുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.